ശബരിമലയിൽ സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ടിട്ട് CBI അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. CBIയെ ഭയപ്പെടുന്നത് എന്തുകൊണ്ടാണ് തിരുവിതാംകൂർ ദേവസ്വം? CBI എന്ന് പറയുന്ന ഏജൻസി വന്നു കഴിഞ്ഞാൽ ചോദ്യം ചെയ്യൽ കൂടുതൽ രൂക്ഷമായി തീരും. ഒത്തുകളി എന്ന് പറയുന്ന പരിപാടിയുണ്ടല്ലോ, അത് നടക്കില്ല. ദർ വോണ്ട് ബി എനി കോംപ്രമൈസ്. കാരണം മോഷണം തന്നെയാണ് നടന്നിരുന്നത്, പകൽ കൊള്ള തന്നെയാണ് നടന്നിരുന്നത്. വിശ്വാസത്തിൻ്റെ തിരുനടയിൽ നടന്നത് മോഷണത്തിൻ്റെ, വിശ്വാസവഞ്ചനയുടെ, ഭക്തരെയൊക്കെ വളരെ ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള സംഭവങ്ങൾ നമ്മൾ ഒരിക്കലും കരുതാത്ത കാര്യം. പരിപാവനമായിട്ടുള്ള ആ ഒരു ദേവാലയത്തിൻ്റെ വിശുദ്ധിയെ കളങ്കം വരുന്നു, നമ്മുടെ വിശ്വാസത്തെ തന്നെ തകർക്കുന്നു എന്നേ. ശബരിമലയിലേക്ക് ആളുകൾ പോകാൻ കാര്യം എന്താ? അതിൻ്റെ പരിപാവനത്വമാണ്. ഇതുപോലുള്ള കള്ളന്മാരും ദുഷ്ടന്മാരും തെമ്മാടികളും ഒക്കെയാണ് അതിനകത്തിരുന്ന് ഈ പൂജ നടത്തുന്നതെന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ ആരെങ്കിലും പോവോടെ? വിശ്വാസഘാതകന്മാരാണ് അവർ. അതിനൊത്താശ ചെയ്ത ദേവസ്വം ബോർഡ് അതിൻ്റെ വിശ്വാസത്തെ, വിശ്വാസികളുടെ സ്വാതന്ത്ര്യത്തെ സംരക്ഷിക്കാൻ ചുമതലപ്പെട്ടിട്ടുള്ള, ബാധ്യതപ്പെട്ടിട്ടുള്ള ദേവസ്വം ബോർഡ് അതിൻ്റെ മന്ത്രിയും കൂടി ഒത്തുകളിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഏജന്റിനെ കൊണ്ട് ചെയ്യിപ്പിച്ച കാപട്യം ശബരിമലയെ മലീമസമാക്കി. അവിടുത്തെ പ്ലാസ്റ്റിക് അല്ല അതിനെ മലീമസമാക്കുന്നത്, തുണിസഞ്ചികളും ഉടുപ്പുകളും പമ്പയാറിൽ കൂടി ഒഴുകുന്നതുമല്ല അതിനെ മലീമസമാക്കുന്നത്. ദുഷ്ട മനസ്സോടുകൂടിയ ഉണ്ണികൃഷ്ണൻ പോറ്റി മുതൽ മുകളിലോട്ട് ദേവസ്വം മന്ത്രിമാരുള്ളവരുടെ മലിനമായ മനസ്സുകളാണ് അതിനെ ഏറ്റവും മലീമസമാക്കി തീർക്കുന്നത്. എന്താ സംശയം? സംശയമല്ലോ ഉണ്ടോ അതിൽ? കാരണം നിങ്ങൾ എടുത്ത സ്വർണത്തിൻ്റെ അളവല്ല ഇവിടെ പ്രശ്നം, അത് എടുക്കാൻ കാണിച്ച ആ മനസ്സ്, മലിനമായ മനസ്സ്, പാപം കലർന്ന മണത്ത്. വിശുദ്ധിയുടെ ശ്രീകോവിലിൽ പാപത്തിൻ്റെ, പാപചിന്തയുടെ വിഷബീജങ്ങൾ ഉണ്ടാക്കിയ ആ മനസ്സ്, അതാണ് അവിടുത്തെ മനോവിശ്വാസം. എന്തുകൊണ്ട് ശബരിമല ശുദ്ധമാക്കുന്നതെന്ന് ഭക്തർ വിശ്വസിക്കുന്നു? അവിടെ ശുദ്ധ മനസ്സോടുകൂടി, ശുദ്ധ ശരീരത്തോടു കൂടി, അതായത് മനസ്സും വപുസും ശുദ്ധമാക്കിക്കൊണ്ട് നടത്തുന്ന മന്ത്ര ഉച്ചാരണങ്ങൾ ഉണ്ടാക്കുന്ന ഊർജമാണ് ഇവിടെ പ്രസരിക്കേണ്ടത്. ദുഷ്ട മനസ്സോടുകൂടി ഇങ്ങനെ നടത്തുന്ന മന്ത്രങ്ങൾ എന്ന് പറയുന്നത് ശുദ്ധ ശൂന്യങ്ങളാണ്. അതൊരു റിസൾട്ടും ഉണ്ടാക്കുകയില്ല, ഊർജവും ഉണ്ടാക്കത്തില്ല. ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറയും. ആ പരിഗ്രഹം കേട്ടിട്ടുണ്ടല്ലോ, ആ വാക്ക്. ആ പരിഗ്രഹം എന്താണ്? മറ്റുള്ള മുതൽ ആശിക്കരുത് എന്നുള്ളതാണ് മന്ത്രത്തിൻ്റെ മൂലം. അന്യൻ്റെ ഇത് കാണിക്ക അർപ്പിച്ചിരിക്കുന്ന ആർക്ക് വേണ്ടിയാ? ശബരിമല ശാസ്താവിന് വേണ്ടി. അർപ്പിക്കപ്പെട്ടിരിക്കുന്ന പ്രോപ്പർട്ടി നിങ്ങൾ ആഗ്രഹിച്ചല്ല, ഇവിടെ ആഗ്രഹിച്ചു, ഇവരാഗ്രഹിച്ചു, ദേവസ്വം ബോർഡ് ആഗ്രഹിച്ചു, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന മന്ത്രി ആഗ്രഹിച്ചു, ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന കീഴ്ശാന്തിയുടെ പരികർമ്മി ആശിച്ചു. ഇത്രയും തെളിവുകൾ നമ്മുടെ മുമ്പിലുണ്ട്, സുദൃഢമായിട്ടുള്ള തെളിവുകൾ. ഇവിടെ അല്ല, ഒരു കാര്യം കൂടെ പറഞ്ഞ് ഇതിനോട് ചേർക്കാനുള്ള, വിളക്കി ചേർക്കാനുള്ള കാര്യമായിട്ട് അതും കൂടെ പറഞ്ഞിട്ട് ചോദ്യത്തിലേക്ക് വരാം. അതായത് നമ്മുടെ അക്കിത്ത തിരുമേനിയും പൂജാരിയായിട്ടിരുന്നിട്ടുണ്ട്, വിഷ്ണുനാരായണൻ നമ്പൂതിരിയും പൂജാരിയായിട്ടിരുന്നിട്ടുണ്ട്. കർമ്മശുദ്ധി ഉണ്ടായിരുന്നു അവർക്ക്. എന്താണ് അക്കിത്തം കവിതയായിട്ട് എഴുതിയത്? എൻ്റെയല്ല ഈ കൊമ്പനാനകൾ. വലിയ ഒരു തറവാട്ടിലെ, ആ കൊമ്പനാനയും എല്ലാം ഉള്ള തറവാട്ടിലെ ആളായിരുന്നിട്ടും എൻ്റെയല്ല ഈ കൊമ്പനാനകൾ എന്ന് പറയണം. കാരണം നമ്മുടെ ഒന്നും നമ്മുടേതല്ല, ഇതെല്ലാം ദൈവം തരുന്നതാണ്. നേതി എന്നുള്ളതാണ് മന്ത്രം. നേതി ഇതൊന്നും എൻ്റേതല്ല. ആ മന്ത്രമാണ്, മൂലമന്ത്രമാണ്. ആ മന്ത്രമാണ് മനസ്സിനെ പരിശുദ്ധമാക്കുന്നത്. എൻ്റേതല്ല ഏറ്റൊന്നുമില്ല, ഇതെല്ലാം ദൈവം തന്നത് തന്നെയാണ് എന്നുള്ള ബോധം. ഇതങ്ങനെയല്ല. സ്വാർത്ഥത, മോഹം, ലോഭം, മോഷണം, ഇവിടെയാണ് പ്രശ്നം ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ CBI അന്വേഷണം വന്നു കഴിഞ്ഞാൽ ഭയപ്പെടുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ വലിയൊരു അന്വേഷണം എത്തപ്പെടും. ഇതിലെ മൂലകാരകരാരാണോ അവരിലേക്ക് ഈ അന്വേഷണം ചെല്ലുകയും ചെയ്യും. CBI അന്വേഷണം വന്നാൽ ഇതിനകത്ത് ആരാണോ ഒളിഞ്ഞിരിപ്പുള്ളത് അവരെ വളരെ കൃത്യമായി പിടിക്കപ്പെടും എന്നുള്ള കാര്യത്തിൽ സംശയം എന്താ? അങ്ങനെ എത്തപ്പെടുന്ന ഒരു സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടി കഴിഞ്ഞ ദിവസം തന്നെ ഇപ്പോ സ്വർണം പോയില്ല, എവിടെ പോയി എന്നൊക്കെ ചോദിച്ചിരുന്ന സഖാക്കൾ തന്നെ ഇപ്പൊ പറയുകയാണ്, ശബരിമലയിലെ സ്വർണം തിരികെ പിടിക്കണം. തിരികെ പിടിക്കണം എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? മോഷണം പോയി എന്നുള്ളതല്ലേ? കരിവന്നൂരായി. അപ്പൊ അതിനർത്ഥം ഇവിടുന്ന് കളവ് പോയിട്ടുണ്ട് എന്ന്
ദേവസ്വം പ്രസിഡന്റ് തന്നെ സമ്മതിക്കുകയാണ്, PS പ്രശാന്ത് തന്നെ സമ്മതിക്കുകയാണ്. അപ്പൊ അങ്ങനെ പറയുമ്പോൾ കോടതിയെ വിശ്വസിക്കാത്തവരാണ് CBI അന്വേഷണം ആവശ്യപ്പെടുന്നത് എന്ന് കൂടി പറയുമ്പോൾ അതിനകത്താണ് ഈ പൊരുത്തക്കേട് വരുന്നത്. നിങ്ങൾക്ക് സ്വർണം തിരികെ പിടിക്കണം, ഇല്ലെങ്കിൽ ഈ കളവ് കൊണ്ടുപോയത് ആരാണ്? നിങ്ങൾ മന്ത്രിയല്ല, ഈ പറയുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അല്ല, പൂജാരിമാരല്ല, തന്ത്രിമാരല്ല, ഉദ്യോഗസ്ഥരല്ല എന്നൊക്കെ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് വിശ്വാസം ഉണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് CBI അന്വേഷണത്തെ ഭയപ്പെടുന്നത്? CBI അന്വേഷണത്തെ ഭയപ്പെടേണ്ട ആവശ്യമുണ്ടോ? ഇവർ ഹൈക്കോടതിയുടെ പേര് പറഞ്ഞിട്ട്, അതായത് അതൊരു ഒരു 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 ട്രാപ്പാണ്. അതായത് ഹൈക്കോടതിയെ വിശ്വാസമില്ല വിശ്വാസികൾക്ക് അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഈ വീണ്ടും CBI അന്വേഷണം ആവശ്യപ്പെടുന്നവർക്ക് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ്. അതായത് ഹൈക്കോടതിയുടെ പ്രത്യേക അന്വേഷണ സംഘമാണ് ഇപ്പോൾ അന്വേഷണമുണ്ട്. ആദ്യം പ്രാഥമിക അന്വേഷണം നടത്തിയ വിജിലൻസ് ആണ്. വിജിലൻസ് അന്വേഷണം നടത്തി പ്രാഥമികമായിട്ടുള്ള റിപ്പോർട്ട് ഹൈക്കോടതി സമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഹൈക്കോടതി അതിനെ അനുവദിച്ചതെന്ന് വെച്ചാൽ ഹൈക്കോടതി ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിട്ടാണ് അന്വേഷണം നടന്നത്. ആ അന്വേഷണ സംഘത്തിന് വിശ്വാസമില്ലാത്തത് കൊണ്ടല്ലല്ലോ, പകരം ചിലപ്പോൾ അതിനെക്കാട്ടിലും കുറച്ചുകൂടി ക്ലാരിറ്റിയോടുകൂടി CBI എന്നാൽ അന്വേഷണം നടക്കുമെന്നുണ്ടെങ്കിൽ ആ അന്വേഷണത്തിന് ഇവർ ഭയപ്പെടുന്നത് എന്തുകൊണ്ടാണ്? കള്ളന്മാർക്ക് ഭയമുണ്ടാവും, മടിയിൽ കനമില്ലാത്തവന് ഭയമുണ്ടാവില്ല. ഇവർക്കല്ല ഇതിൽ പങ്കാളിത്തം ഉണ്ട്. ഗോപ എന്തായി പറഞ്ഞത് ഞാൻ ഇപ്പോൾ പറയാം. PS പ്രശാന്ത് 2 പോയിന്റ് ഞാൻ പറയട്ടെ. ഒന്ന്, PS പ്രശാന്ത് തന്നെയല്ലേ ദേവസ്വം ബോർഡ് ഓഫീസിൽ വെച്ച് പത്രക്കാരോട് പറഞ്ഞത്, നിങ്ങളെല്ലാം കൂടി എന്നെ കള്ളനാക്കിയില്ലേ? അടുത്ത സെന്റൻസ് PS പ്രശാന്ത് അതിനാദ്യമായിട്ട് പ്രശാന്ത് എന്താ പറഞ്ഞത്? ആ വാചകം മുഴുമിക്കുന്നതിന് മുമ്പ് ആദ്യം പറഞ്ഞ ഇവിടെ അന്വേഷണമൊന്നും ആവശ്യമില്ല എന്നല്ലേ പറഞ്ഞത്? അന്വേഷണം ആവശ്യമില്ലെന്ന് അദ്ദേഹം തന്നെ തീരുമാനിച്ചു. ഇപ്പൊ പറയുന്ന അവിടെ നിന്ന് മോഷണം പോയിട്ടുണ്ടെന്ന്. അപ്പൊ ശബരിമലയെക്കുറിച്ച് ഇത്ര നാളായിട്ടും PS പ്രശാന്തിന് പ്രാഥമിക ഹരിശ്രീ പോലും അറിയില്ല. അങ്ങനെ ഹരിശ്രീ അറിയാത്ത ഒരാൾ അവിടെ കയറി ഭരിക്കാനിരിക്കുന്നത് ശരിയാണോ? അതുകൊണ്ടല്ലേ ഈ മോഷണം നടത്താൻ പറ്റുന്നത് ഈ കള്ളന്മാർക്ക്? അപ്പൊ ഭാഗികമായിട്ടുള്ള ഉത്തരവാദിത്വമെങ്കിലും അദ്ദേഹത്തിനുണ്ടെന്ന് സംബന്ധിച്ച്. രണ്ടാമത്തെ കാര്യം, ശബരിമലയ്ക്കുള്ളിലെ മന്ത്രം എന്ന് പറയുന്നത് ഏത് ക്ഷേത്രത്തിലെ മന്ത്രം? ഇദം നമാമി. ഇതെന്റേതല്ല, ഇദം ന മാമി. മാമി മനസ്സ്, നമ്മുടേത്. മാമി മാം അതെ നമ്മുടേത്. ന അതല്ല, ഇതെന്റേതല്ല എന്നുള്ള ബോധമാണ് വേണ്ടത്. ഇവിടെ ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി കാണിച്ചത് ഇത് മമ, ഇതെന്റേതാണ്. അവിടെ അതിനകത്ത് കയറാൻ അദ്ദേഹത്തിന് ആരും അനുമതി കൊടുത്തിട്ട് പോലും ഇല്ലെന്നേ. പരികർമ്മിയാണ്. കീഴ്ശാന്തിക്കും മേൽശാന്തിക്കും ഉണ്ട് അനുവാദമുണ്ട്, തന്ത്രിക്കുമുണ്ട്. ഇയാൾ ഇവിടെ കയറാൻ പോലും അനുമതിയില്ലാത്ത ആള് ഇവരുടെ സഹായിയായിട്ട് എന്നും കയറി കൊടുത്തതാണ്. അല്ല, അവർ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇപ്പോൾ പറയുന്നത് ഉണ്ണികൃഷ്ണൻ പൊറ്റിയുടെ ഈ തീരുമാനം അല്ലെങ്കിൽ ഇതിനെ വിളിച്ച് പറയപ്പെട്ടത്, അതായത് ഈ എന്താണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നതിന് തൊട്ട് മുമ്പ് 2-3 ദിവസം മുമ്പ് ഇങ്ങനെ വിളിച്ച് പറഞ്ഞതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട് എന്നാണ്. അപ്പൊ ആരാണ് ഈ ഗൂഢാലോചന നടത്തിയത്? അതെ, ആഗോള സംഗമം തകർക്കാൻ വേണ്ടിയിട്ടാണെന്ന് അവർ പറയുന്നത്. എന്തൊരു ഒട്ട വെർഷനാണത്. അതായത് ദ്വാരപാലക പീഠം കാണാനില്ല എന്ന് വിളിച്ച് പറയപ്പെടുന്നത് ഉണ്ണികൃഷ്ണൻ പൊറ്റിയാണ്. അയാൾ വിളിച്ചു പറഞ്ഞിട്ട് അയാളുടെ വീട്ടിൽ തന്നെ അതുണ്ട് എന്ന് കൂടിയാണ് അവരിപ്പോ പറയുന്നത്. അതെ, ഇത് വിളിച്ചു പറയുകയും അത് തന്നെ വീട്ടിലുണ്ട് എന്ന് പറയപ്പെടുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി അറസ്റ്റ് ചെയ്ത് കാര്യം തകർക്കാൻ. അപ്പൊ ഇതിന്റെ ഗൂഢാലോചന എന്ന് ഇപ്പൊ പറയുന്നത് എന്തുകൊണ്ടാണ്? അങ്ങനെയാണെങ്കിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അതിനകത്ത് ഗൂഢാലോചന എന്ന് പറയുന്നത് അല്ല. അങ്ങനെയാണെങ്കിൽ ഗോപ ഇപ്പൊ സന്ദീപ് വാര്യർ കിടക്കുന്ന പൊതുമുതൽ നശിപ്പിക്കാൻ ശ്രമിച്ചത്, മോഷ്ടിക്കാൻ ശ്രമിച്ചതിനല്ല, നശിപ്പിക്കാൻ ശ്രമിച്ചതിന് ഇപ്പൊ അടൂർ സബ് ജയിലിൽ കിടക്കുകയാണ്. അതുപോലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പിടിച്ച് ജയിലിലിടണ്ടേ? അപ്പൊ തന്നെ ഇത് തകർക്കാൻ അയാളല്ലേ ശ്രമിച്ചത്, അയാളല്ലേ ഇത് മോഷണം പോയി എന്ന് പറഞ്ഞത്. അത്രയല്ലേ ഉള്ളൂ. അപ്പൊ അയാളെ പിടിച്ച് ജയിലിടുക നല്ല രസകരമായ രീതിയിൽ ചോദ്യം ചെയ്താൽ പോരെ? അതെ, എന്താ ചോദ്യം ചെയ്യാതിരുന്നത്? അപ്പൊ ഇയാൾ ഇവരുടെയും കൂടെ പേര് പറയും. അതല്ല ഗോപ, വേറൊരു രസം കൂടെ ഉണ്ട്. ഒരു കാര്യം പറയും, അതായത് ഈ അങ്ങനെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം വന്നാൽ വളരെ കൃത്യമായിട്ട് ചോദ്യം ചെയ്യാൻ പറ്റുന്ന പോലീസുകാരന്മാരുണ്ടല്ലോ ഇതിലൊക്കെ. പക്ഷെ അവരെ ഒന്ന് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവർ വളരെ കൃത്യമായിട്ട് ചോദ്യം ചെയ്യപ്പെടുത്തിയാൽ ഇതിനകത്ത് ഉന്നതരെ പിടിക്കപ്പെടും. അപ്പൊ ഇവിടെ ഈ ദേവസ്വം ബോർഡ് പറയുന്ന കോടതിയെ നമുക്ക് വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ CBI അന്വേഷണത്തിലേക്ക് പോകുന്നതെന്ന് പറയപ്പെടുന്നതിന്റെ ആ ചോദ്യം എനിക്ക് മനസ്സിലാവുന്നില്ല. അതുകൊണ്ടാണ് അങ്ങനെ ചോദിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഇതിനകത്തുള്ള യഥാർത്ഥ സ്കൾപ്റ്റേഴ്സ് പുറത്തു വരരുത് എന്നുള്ള ഒരു ലക്ഷ്യം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. If you are not able to convince, just confuse. ഒരു തത്വമുണ്ട്, മാനേജ്മെന്റിലെ ഒരു തത്വമാണ്. പക്ഷെ ഇത് കള്ളന്മാർ ഇപ്പോൾ ഉപയോഗിക്കുക. നമുക്ക് കൺവിക്ഷൻ ഉള്ള ഒരു കാര്യത്തിൽ അത് കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടി അവർ മോഷ്ടിച്ചു എന്നുള്ളത് നമുക്ക് കൺവിൻസ്ഡ് ആണ്. അതിന് കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടി അതും ഇതും വ്യക്തതയില്ലാതെ പറയുക. CBI വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം അങ്ങ് മാറും, ഉള്ള സത്യം വിളിച്ചു പറയേണ്ടി വരും. അതിനുള്ള സാഹചര്യം അവരുണ്ടാക്കും. അതാണ് ആ ശാസ്ത്രീയമായിട്ടുള്ള അന്വേഷണം വരും. ശാസ്ത്രീയമായിട്ടുള്ള അന്വേഷണം തന്നെ ഇതിന് വേണം തന്നെയല്ല ഗോപ.
KR രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരു മുൻ IPS ഉദ്യോഗസ്ഥൻ പറഞ്ഞു, സംസ്ഥാന വിജിലൻസ്, അതുപോലെ തിരുവിതാംകൂർ വിജിലൻസ് കമ്മീഷൻ, അത് റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥനാണ്, അയാൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? തിരുവാഭരണം കമ്മീഷൻ, ഇവരെ വെച്ചുകൊണ്ടൊരു അന്വേഷണം നടത്തി കഴിഞ്ഞാൽ സത്യം പുറത്തു വരാൻ പോകുന്നില്ല. കാരണം എന്താ? ഇവരെല്ലാം വിധേയന്മാരാണ്. പിണറായിയെ പേടിക്കുന്ന, പൊതുവേ എല്ലാവരും, കേരളത്തിലെ എല്ലാ ജനങ്ങളും പിണറായിയെ പേടിക്കുന്നവരാണ്. പാർട്ടി പോളിറ്റ് ബ്യൂറോ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള MA ബോബി പോലും പേടിച്ച്, അതിനുവേണ്ടി മെൻറ്റിട്ടില്ലല്ലോ, അത് MA ബോബിയുടെ അറിവുകേടാണെന്ന് പറഞ്ഞിട്ട് ഈ ജനറൽ സെക്രട്ടറി, പാർട്ടി ജനറൽ സെക്രട്ടറി ഒരു അക്ഷരം മിണ്ടിയിട്ടുണ്ടോ സമൻസ് കേസിൽ അങ്ങനെ പറഞ്ഞിട്ട്? അപ്പോൾ എല്ലാവരും പേടിച്ചിരിക്കുന്നവർ, ഒറ്റയാളും മിണ്ടാത്തത് അതുകൊണ്ടാണ്. ഇത് തെറ്റാണ്, മോഷണം ഇവിടെയും നടന്നിട്ടുണ്ട്. CMRL കേസിൽ മോഷണം നടന്നിട്ടുണ്ട്, ലാവ്ലിൻ കേസിൽ മോഷണം നടന്നിട്ടുണ്ട്, സ്വപ്ന കേസിൽ മോഷണം നടന്നിട്ടുണ്ട്. പക്ഷെ ആർക്കും മിണ്ടാൻ ധൈര്യമില്ല. കേന്ദ്രത്തിന് പോലും അധൈര്യമാണെന്നുള്ളതാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം. അധൈര്യമാണോ, തന്ത്രമാണോ, അതോ ഡീലാണോ എന്നുള്ളത് നമുക്കറിയത്തില്ല, അതവിടെ ഇരിക്കട്ടെ. പക്ഷെ CBI വരുമ്പോൾ ഈ കേസിലെങ്കിലും ഒരു തീരുമാനമാവും എന്നാണ് എൻ്റെ പ്രതീക്ഷ. അത് വേണം, അത് അയ്യപ്പനോട് നാം ചെയ്യേണ്ട മിനിമം ജസ്റ്റിസ് ആണ് എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. അല്ല, ഈ CBI അന്വേഷണത്തിലേക്ക് പോകാൻ ഇവർ എന്തായാലും സമ്മതിക്കുന്ന സാഹചര്യം ഉണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷെ CBI അന്വേഷണം നടത്തിയാൽ മാത്രമേ ഇതിന്റെ യഥാർത്ഥ വസ്തുത പുറത്തു വരൂ എന്നുള്ളതാണ് നമ്മളടക്കമുള്ള വിശ്വാസികൾ സമൂഹത്തിനടക്കം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സത്യം നമുക്കറിയണം, അവകാശവും. അതെ, അല്ല, ഇവിടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തന്നെ സമ്മതിക്കുകയാണ് കളവ് നടന്നു വന്ന്. കാരണം സ്വർണം തിരിച്ചു പിടിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അവിടെ ഉണ്ടായിരുന്ന സ്വർണം കാണാതായിരിക്കുന്നു. അത് കാണാതായിട്ടുണ്ടെങ്കിൽ ആ കള്ളന്മാരാരാണോ അവരെ കണ്ടെത്തേണ്ടതാണ്. ആ കണ്ടെത്തേണ്ടതിന് പകരം അതിന് ഇപ്പോൾ ഒരു CBI അന്വേഷണം വരുന്നതിനെ ഇത്രയും ഭയപ്പെടേണ്ട ആവശ്യം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനോ ഇനി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനോ മാത്രമല്ല ഈ ദേവസ്വം വകുപ്പിനോ ഉണ്ടാകുന്നുണ്ട് എങ്കിൽ ഇതിനകത്തെ കള്ളന്മാർ ഈ പറയുന്ന ഉദ്യോഗസ്ഥന്മാരിൽ ഒതുങ്ങുന്നവരല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് അറിയപ്പെടാവുന്ന നല്ല മുതിർന്ന നേതാക്കൾ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാർ ഇതിനു മുമ്പ് ഭരിച്ചിരുന്നല്ലോ. ഈ പറഞ്ഞ ഭരിക്കുന്ന സമയത്തൊക്കെ 2019 ദേവസ്വം ബോർഡ് ഭരിച്ചിരുന്ന പ്രസിഡന്റുമാരെയൊക്കെ നമുക്കറിയാമല്ലോ. ഇവരെല്ലാവരും ഇതിന് പിന്നിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യസന്ധമായിട്ട് തെളിയിക്കപ്പെടും. ഇല്ലെങ്കിൽ ഇവരിലേക്ക് എത്തപ്പെടാൻ കഴിയുന്ന തരത്തിലേക്ക് ഈ സ്വർണം അടിച്ചു മാറ്റി കൊണ്ടുപോയത് എവിടെയാണ് എന്നുള്ളതാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. സ്വർണം പോയി എന്നുള്ള സത്യമാണ്, പക്ഷെ സ്വർണം പോയത് എവിടെയാണെന്ന് അറിയണ്ടേ? 2 പോയിന്റും കൂടെ ഞാൻ പറഞ്ഞുതരാം ഗോപ. ഒന്ന്, A. പത്മകുമാറിനും കടകംപള്ളി സുരേന്ദ്രനും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ നന്നായിട്ട് അറിയാമായിരുന്നു. അപ്പോൾ ഈ പത്മകുമാറിനെ പത്രക്കാരെല്ലാം കൂടെ വളഞ്ഞിട്ട് ചോദിച്ചപ്പോൾ താങ്കൾ ഇതിൽ കുറ്റക്കാരനാണല്ലോ പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, പരസ്യമായിട്ട് മൈക്കിൽ കൂടി പറഞ്ഞ ഒരു കാര്യമുണ്ട്, അങ്ങനെ എന്നെ പ്രതിയാക്കിയാൽ ഞാൻ മറ്റുള്ളവരുടെ പേര് പറയാൻ നിർബന്ധനാകും. സത്യം വിളിച്ചു പറയും. ഒന്നത്. പക്ഷെ മൈക്ക് ഓഫ് ചെയ്യാൻ പറഞ്ഞിട്ട് അദ്ദേഹം വേറൊരു കാര്യം കൂടെ പറഞ്ഞു, ഈ കേസിൽ പ്രതികളായിട്ട് ഇന്നവരുണ്ട്, ഓഫ് ദ റെക്കോർഡാണ്, അതുകൊണ്ട് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഒന്നത്. 2, കടകംപള്ളി സുരേന്ദ്രൻ്റെ കൊണ്ട് പത്രക്കാർ ചോദിച്ചു ഉണ്ണികൃഷ്ണൻ പോറ്റി അറിയാം. അതല്ലല്ലോ ഇപ്പോൾ പ്രശ്നം. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേര് തനിക്കറിയാം. ഇവരുടെ 2 പേരുടെയും, പത്മകുമാറിൻ്റെയും കടകംപള്ളി സുരേന്ദ്രൻ്റെയും അടുത്ത സുഹൃത്താണ് ഇയാൾ. അങ്ങനെയാണ് പിണറായി വിജയനോടൊപ്പം ഫോട്ടോഷൂട്ട് എടുക്കാൻ ഇയാൾക്ക് അവസരം കിട്ടിയത്. അല്ല, പിടിയില്ലാതെ നടക്കുമോ? നമ്മൾ വിചാരിച്ചു പിണറായി വിജയൻ്റെ കൂടെ സെൽഫി എടുക്കാൻ ഗോപം വിചാരിച്ചാണ് മാധ്യമ പ്രവർത്തനം, ഒരു ഇന്റർവ്യൂ എടുക്കാൻ വിചാരിച്ചാൽ നടക്കുമോ? ഇല്ല. അതേസമയം ഇയാൾക്ക് പറ്റുന്നുണ്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഇയാളുടെ സ്വാധീനം എന്ത്? ഇയാൾ SLC വരെ പഠിച്ചിട്ടുള്ളതല്ല, സ്പോൺസറാണ് പോലും. 5 പൈസയുടെ വരുമാനമില്ലെന്നാണ് IT റെക്കോർഡുകളിലുള്ളത്. വരുമാനമില്ലാത്തവർ കുഴപ്പമല്ല, പക്ഷെ കള്ളം നടത്തുന്നത് കുഴപ്പമാണ്, തെറ്റാണ്. അപ്പം അങ്ങനെയുള്ളവർ അതിനകത്ത് പത്മകുമാർ ഇത് നടത്തിച്ചു. പക്ഷെ പത്മകുമാറിന് മുകളിൽ പലരും ഇതിൻ്റെ പങ്ക് പറ്റിയിട്ടുണ്ട്. കടകംപള്ളി സുരേന്ദ്രൻ ഇതിൻ്റെ പങ്ക് പറ്റിയിട്ടുണ്ട്. കടകംപള്ളി സുരേന്ദ്രന് മുകളിലും ആൾക്കാർ പങ്ക് പറ്റിയിട്ടുണ്ട്. അതുകൊണ്ടാണ് കടകംപള്ളി സുരേന്ദ്രൻ കുരുക്കിലാവുമെന്ന് അറിഞ്ഞപ്പോൾ ഉടൻ തന്നെ അദ്ദേഹത്തെ വിളിച്ചു വരുത്തി AKG സെൻറ്ററിൽ കൊണ്ടുവന്നത്. ഇതൊന്നും നമ്മുടെ സാഹചര്യ തെളിവുകൾ മാത്രം പറയുന്നു. നമുക്കല്ലാതെ തെളിവ് വരട്ടാൻ നമുക്ക് മാർഗമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് ഞാൻ പറയും, ഇവിടെ വലിയ വൻ സ്രാവുകൾ ഇതിനകത്തുണ്ട്. അവ ചിലപ്പോൾ ഈ വല മുറിച്ചു കടക്കാനും സാധ്യതയുണ്ട്. അവിടെയാണ് ഈ വിജിലൻസിന്റെ അന്വേഷണത്തിൽ തൃപ്തരാകാതെ പോകുന്നത് അല്ലേ? കോടതി ഇടപെട്ടിട്ടാണ്, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള വാദങ്ങൾ മുന്നോട്ട് വെച്ചാലും CBI അന്വേഷണം നടന്നിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഇതിനകത്തുള്ള കൊമ്പന്മാർ ആരാണ് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. അതാണ് CBI അന്വേഷണത്തെ ഭയപ്പെടുത്തുന്നത്. ആദ്യത്തെ ചോദ്യത്തിനുള്ള ഉത്തരവായല്ലോ.